കാണാത്ത ഡോക്ടേഴ്സ് ഇല്ല, ഞാൻ യൂസ് ചെയ്യാത്ത മെഡിസിൻസ് ഇല്ല, ഒന്നും എനിക്ക് വർക്കായില്ല. അങ്ങനെ ഞാൻ ഒരു തീരുമാനം എടുത്തു, ഞാൻ എൻ്റെ സെൽഫ് ട്രീറ്റ് ചെയ്യാം. ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ആക്നെ ജേർണി അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുമ്പ് ഞാൻ നിങ്ങളുടെ അതേ സ്ഥാനത്തായിരുന്നു. ഞാൻ കാണാത്ത യൂട്യൂബ് വീഡിയോസ് ഒന്നുമില്ല, പക്ഷെ പലതും മിക്കവാറും പ്രൊമോഷനായിരിക്കും. അങ്ങനെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള എനിക്ക് വർക്കായ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എനിക്ക് ആക്നെ തുടങ്ങിയത് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ കാണാത്ത ഡോക്ടേഴ്സ് ഇല്ല, ഞാൻ യൂസ് ചെയ്യാത്ത മെഡിസിൻസ് ഇല്ല, ഒന്നും എനിക്ക് വർക്കായില്ല. അങ്ങനെ ഞാൻ ഒരു തീരുമാനം എടുത്തു, ഞാൻ എൻ്റെ സെൽഫ് ട്രീറ്റ് ചെയ്യാമെന്ന്. എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തതിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഡിസിഷൻ അതായിരുന്നു. എനിക്ക് ഇത്തിരി പേടി ഉണ്ടായിരുന്നു സെൽഫ് ട്രീറ്റ് ചെയ്യുമ്പം പണി കിട്ടുമോ എന്നുള്ളത്, പക്ഷേ എനിക്ക് ഏറ്റവും നല്ല ഡിസിഷൻ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് വാങ്ങുന്ന ഈ ഒരു സാലിസിലിക് ആസിഡ് സിറമാണ്. ഇതിപ്പം മിനിമലിസ്റ്റിൻ്റെയാണ്. ഇത് വാങ്ങിച്ചപ്പം എനിക്ക് ഏകദേശം ഒരു 2 മാസം ഞാൻ യൂസ് ചെയ്തു. എനിക്ക് ഈ പല സൈസിനുള്ള പിമ്പിൾസും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വലിയ പിമ്പിൾസൊക്കെ വരുന്നത് നന്നായിട്ട് നിന്നു. എന്നിട്ട് പകരം എൻ്റെ ഫേസിൽ ചെറിയ പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സും അതൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. വലിയ പിമ്പിൾസ് കുറഞ്ഞു എന്ന് വെച്ചാൽ ഏകദേശം ഒരു 20 to 30% എൻ്റെ ഫേസ് ക്ലിയർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. പക്ഷേ അത് പോരല്ലോ, അതുകൊണ്ട് ഞാൻ 2 മാസം യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ഫേസിൽ ആകെ യൂസ് ചെയ്യാത്ത 2 ക്രീംസാണ്. ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ള 2 സാധനമാണ് ഈ അഡാപ്പിലിനും അസിലിക് ആസിഡും. അങ്ങനെ ഇത് ഞാൻ യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ഈ ഒരു അസിലിക് ആസിഡ് ജെല്ലാണ് ഞാൻ കാണാൻ പറ്റുമോ, ഇതാണ് ഞാൻ രാവിലെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അഡാപ്പിലിൻ ഞാൻ നൈറ്റിലും യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇത് യൂസ് ചെയ്ത് ഏകദേശം ഒരു 2 ആഴ്ചയായപ്പം എനിക്ക് പേർജിങ് വന്നു. അതായത് ഇത്തിരി ഒന്ന് കുരു കൂടി ചെറിയ പിമ്പിൾസൊക്കെ വന്നു. അത് പക്ഷേ 2 ദിവസം കൊണ്ട് തന്നെ പോയി. എന്നിട്ട് എൻ്റെ ഫേസ് നല്ല രീതിക്ക് ക്ലിയർ ആവാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്കിപ്പോഴും ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ടില്ല, 100% ക്ലിയർ ആയിട്ടില്ല, എങ്കിലും ഒരു 80% ഒക്കെ എൻ്റെ മുമ്പത്തെ മുഖത്തേക്കാളും ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ ഓയിലിനെസ് ഇത്തിരി കൺട്രോൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് 3 കാര്യങ്ങളാണ് ഏറ്റവും അത്ഭുതമായത്. അതായത് ഒന്നാമത്തെ കാര്യം, എനിക്ക് 1 മാസത്തിനകം തന്നെ എൻ്റെ ആക്നെ നല്ല രീതിക്ക് കുറഞ്ഞു. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഡാർക്ക് സ്പോട്ട്സ് ഇങ്ങനെ മാറാതെ കിടക്കുന്ന ഡാർക്ക് സ്പോട്ട്സ് ആയിരുന്നു. മൂന്നാമത്തെ കാര്യം, എൻ്റെ സ്കിൻ ഒത്തിരി സ്മൂത്തായി. അതായത് ഈ എസ്പെഷ്യലി ഈ ചിൻ ഭാഗത്തൊക്കെ ഭയങ്കര ഒരു കുരുകുരാന്നൊരു റഫി സർഫസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി. അതൊന്നും പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് അതുവരെ പോയി. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് വാങ്ങുന്നെങ്കിൽ വാങ്ങിക്കുക, പക്ഷേ കൂടെ തന്നെ സ്കിൻ കെയർ കൂടി ചെയ്യുക. സ്കിൻ കെയർ എന്ന് പറയുമ്പം വേറൊന്നുമില്ല, ഫേസ് വാഷും സൺസ്ക്രീനും അതും ഡെയിലി ഇടുക. അപ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വർക്കായത് ഈ 2 ക്രീംസാണ്, ഈ 2 ജെൽസാണ്. അപ്പോൾ നിങ്ങൾക്കും വർക്കാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇത് ഞാൻ പ്രിസ്ക്രിപ്ഷനോടെ അല്ല മേടിച്ചത്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്യാനുള്ള റീസൺ, ഞാൻ ട്രെറ്റ്നോയിൻ പോലത്തെ വലിയ ക്രീംസ് വരെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്കിന്ന് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയാം, എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. പക്ഷേ നിങ്ങളൊരിക്കലും അങ്ങനെ ചെയ്യരുത്, പ്രിസ്ക്രിപ്ഷനോടെ തന്നെ മേടിക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ. ഞാൻ ഒത്തിരി ക്രീംസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിവ്യൂ ആണെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.